ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ പറഞ്ഞു എപ്രകാരമാണ് ഉത്തരാദേവി നമ്മുടെ ഗുരുനാഥയാവണത്. എത്ര മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഉത്തരാദേവി. ഒരു 2 ശ്ലോകമേ ഉള്ളൂ ആകെ ശ്രീമദ് ഭാഗവതത്തിൽ. എന്നാലും ആ ഒരു 2 ശ്ലോകങ്ങളിൽ നിന്ന്, ആ സന്ദർഭത്തിൽ ഉത്തരാദേവി പെരുമാറുന്നതിന്, ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എത്ര വലിയൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഉത്തരാദേവി അപ്രകാരം പ്രവർത്തിച്ചു? അവിടെ അർജുനനും മറ്റുള്ള പാണ്ഡവന്മാരും എല്ലാവരും ഉണ്ടായിട്ട് പോലും നേരെ ചെന്ന് ആശ്രയിക്കുന്നത് ഭഗവാനെ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, മറ്റുള്ളവരെല്ലാവരും സ്വയം മൃത്യുവിനെ ഭയപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. മൃത്യുവിനെ ജയിച്ച ആളാ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബോധ്യമുള്ളത് കാരണം ഭഗവാനെ ചെന്ന് ആശ്രയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഉത്തരാദേവിയുടെ തന്നെ കുടുംബത്തിലെ ആ ഒരു കഥ, മഹാഭാരതം കഥ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി, ഉത്തരം നമുക്ക് വേഗം കിട്ടും അല്ലേ? ഉത്തരാദേവി ആരെ ഓർത്തിട്ടാണ് ചെയ്തിട്ടുണ്ടാവുക? ഈ ഉത്തരാദേവിക്കും ഒരു ഉദാഹരണമായിട്ട്, അല്ലെങ്കിൽ ഒരു ഗുരുനാഥയായിട്ട് ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു സ്ത്രീ കഥാപാത്രം ഉണ്ട്. മഹാഭാരതത്തിന്റെ ആ ഒരു ഏറ്റവും കരുത്തേറിയ കഥാപാത്രം എന്ന് പറയുന്ന ദ്രൗപദി ദേവി അല്ലേ? ദ്രൗപദി ദേവിയുടെ ഉദാഹരണം ചിന്തിച്ചു നോക്കൂ. നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ആ കഥയിലെ ആ ഭാഗം, ആ ദ്രൗപദിയെ അപമാനിക്കാൻ പുറപ്പെടുന്ന ആ സന്ദർഭത്തിൽ അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു ആ സഭയിൽ? അവരാരും ദ്രൗപദിയുടെ രക്ഷയ്ക്കായിട്ട് എത്തിച്ചേരണില്ല. അവരെല്ലാവരും അത് മൂകമായിട്ട് കണ്ടുകൊണ്ട് നിൽക്കണം. ആ സന്ദർഭത്തിൽ അവിടെ ആശ്രയിക്കുന്നത് അവസാനം ഭഗവാനെയാണ്. ഭഗവാൻ തന്നെയാണ് രക്ഷിക്കാനും വരുന്നത്. അപ്പൊ ആ ദ്രൗപദി ദേവി അവിടെ ഗുരുനാഥയായി ഉത്തരാദേവിക്ക് വേണ്ടിയിട്ട് അല്ലെ? ആ ദ്രൗപദി ദേവി എന്ത് ചെയ്തു അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഉത്തരാദേവി പ്രവർത്തിച്ചത്. ഇതൊന്ന് നമുക്കെന്ത് മനസ്സിലാക്കാം? ഇന്നലെ പറഞ്ഞ കൂട്ടത്തിലാണ്, ഗുരുനാഥന്മാര് നമ്മുടെ ചുറ്റിലും ഉണ്ട്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന മനുഷ്യരിലുണ്ട്, നമ്മുടെ പ്രകൃതിയിലുണ്ട്, എല്ലാറ്റിലും ഗുരുനാഥന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ എന്താണോ ഉപദേശം, എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. എപ്പോഴും ഗുരുനാഥൻ മുൻപിൽ വന്നതാ വിദ്യ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് വിദ്യ തന്നോളണമെന്നില്ല. നമ്മുടെ ചുറ്റും നമ്മൾ നല്ലോണം ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും ഒരുപാട് ആൾക്കാരിൽ നിന്ന്. ഭാഗവതം തന്നെ 24 ഗുരുക്കന്മാർ പറയുന്ന സമയത്ത് പറയും 2 തരത്തിലുള്ള ഗുരുക്കന്മാരാന്നാ. ഒരു തരത്തിലുള്ള ആൾക്കാർ പറയും, നോക്കൂ എന്നെപ്പോലെ ആവൂ എന്നാണ് പറയുന്നത്. മറ്റേ തരം പറയണത്, അയ്യോ എനിക്കോ അബദ്ധം പറ്റി, എന്നെപ്പോലെ എനിക്കിങ്ങനെ പറ്റി, എന്നെപ്പോലെ ആവരുതേ എന്നാണ് മറ്റേ ഗുരു പറയുന്നത്. അപ്പോൾ 2 തരത്തിലുമുള്ള ഗുരുനാഥന്മാര് നമ്മുടെ ചുറ്റിലുമുണ്ട്. ആ ഗുരുനാഥന്മാര് പറയണത് എന്തോ അത് മനസ്സിലാക്കിയിട്ട് അല്ലെ, അത് നമ്മൾക്ക് എങ്ങനെ ജീവിതത്തിൽ ഉപകരിക്കാം, നന്മയിലേക്ക് എത്താൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, ശ്രേയസ്സിലേക്ക് എത്താൻ എങ്ങനെ അത് ഉപകരിക്കും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലെ? അപ്പൊ ചുറ്റിലും ഉണ്ട് ഗുരുനാഥന്മാർ. ഉത്തരാദേവി ദ്രൗപദിയിൽ ആ ഗുരുനാഥയെ കണ്ട് ദ്രൗപദിയുടെ ഉദാഹരണത്തിൽ നിന്ന് തന്റെ ജീവിതത്തിൽ ആവശ്യം വന്നപ്പോൾ അത് ഉപകരിച്ച പോലെ ഇതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണെന്നും കൂടി ഈ ഒരു ഉദാഹരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ.